എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മലയാള സിനിമയിലെ ഒരു യുഗത്തിന് തിരശീല വീണു. പ്രിയ ശ്രീനിയേട്ടൻ തൻ്റെ ഓർമ്മകളിലേക്ക് മടങ്ങി. പ്രീ ഡിഗ്രി അത്ര മോശം ഡിഗ്രിയല്ലെന്ന് അഭിമാനത്തോടെ പറയാനും, ചായ വേണമോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടി വരും എന്ന് അല്പം ഗാംഭീര്യമിട്ട് പറയാനും, പോളണ്ടിനെ കുറിച്ചൊരക്ഷരം മിണ്ടരുതെന്ന് ദേഷ്യപ്പെടാനും, ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറി തമാശ പറഞ്ഞ് ചിരിപ്പിക്കാനും, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന് സ്വയം പൊങ്ങാനും, അവിടെ പാല് കാച്ച് ഇവിടെ കല്യാണമെന്ന് കളിയാക്കാനും, തിരഞ്ഞെടുപ്പുകളെ താത്വികമായി പ്രതിക്രിയാവാദികളെ വെച്ച് അവലോകനം ചെയ്യാനും, ചേട്ടൻ്റെയും എൻ്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞ് ഇത്തിരി അവിഹിതം പറയാനും, യന്ത്രങ്ങളുടെ പ്രവർത്തനം പഠിച്ചിട്ട് പോളിടെക്നിക്കാന്ന് പറഞ്ഞ് കാറോടിക്കാനും, നല്ലപോലെ കാറ്റ് കിട്ടുന്ന മുറി വേണമെന്ന് ചോദിക്കുമ്പോൾ എനിക്കത്ര കാറ്റ് വേണ്ടെന്ന് പറഞ്ഞൊഴിയാനും, ഈ വീട്ടിൽ അലുവ മേടിച്ചുകൊണ്ട് വരരുതെന്ന് അളിയനോട് പറയാനും, മീനവിയൽ വയ്ക്കാനും, ബിസിനസ്സിൽ എക്കണോമിക്സ് പറയാനും, വെള്ളത്തിലേക്ക് ചാടിക്കുന്ന ക്യാമറയിൽ സിനിമ ചെയ്യാനും, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് സ്വപ്നം കാണാനും ഞങ്ങൾ മലയാളികൾക്ക് എക്കാലത്തും നിങ്ങൾ തന്നെ വേണം. അതുകൊണ്ട് ശ്രീനിയേട്ട, നിങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഇടങ്ങളിൽ നിന്നും ഒരിക്കലും മടങ്ങുന്നില്ല. നമ്മുടെയൊക്കെ ചിന്തകൾക്കപ്പുറമുള്ള ഒരു മനുഷ്യനായിരുന്നു ശ്രീനിവാസൻ സർ. നടൻ, എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത്, സാമൂഹിക നിരീക്ഷകൻ, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു മഹത് വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ സർ. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറും അന്ത്യോപചാരങ്ങൾ അർപ്പിക്കാനായിട്ട് എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൂപ്പുകൈകളോടെ നിന്നാണ് ശ്രീ പിണറായി വിജയൻ സാറ് തൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചത്. അദ്ദേഹം പോലും കൂപ്പുകൈകളോടുകൂടി യാത്ര അയക്കണമെങ്കിൽ ആ ഒരു വ്യക്തിത്വം ഏത് ലെവലായിരുന്നു എന്നതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. എല്ലാ ബഹുമതികളോടും കൂടിയാണ് പ്രിയ ശ്രീനിവാസൻ സാറിനെ യാത്രയാക്കിയത്. എന്നിരുന്നാൽ തന്നെയും കുടുംബത്തിൻ്റെ ദുഃഖം അത് മനുഷ്യരെ വല്ലാതെ പിടിച്ചു കുലുക്കിയിരുന്നു. ധ്യാനും വിനീതും അതേപോലെ വിനീതിൻ്റെ മകനുമൊക്കെ അമ്പെ തകർന്ന നിലയിലായിരുന്നു. ഒരു അച്ഛന് ഇത്രമാത്രം തൻ്റെ ആൺമക്കളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റി എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് നമ്മളിവിടെ കണ്ടത്. കാരണം സാധാരണ ആൺകുട്ടികൾ ഇത്രമാത്രം ഹൃദയം പൊട്ടി കരയുന്നത് നമ്മളങ്ങനെ കാണാറില്ല. പക്ഷേ എത്രമാത്രം ആ അപ്പൻ മക്കളെ സ്നേഹിച്ചിരുന്നുവെന്നും മക്കളെ അപ്പനെ എത്രമാത്രം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു എന്നതിൻ്റെയുമൊക്കെ ഒരു തെളിവാണല്ലോ നമ്മളിപ്പോൾ ഹൃദയം പൊട്ടിക്കരയുന്ന ഈ ഒരു കുഞ്ഞുങ്ങളെ കണ്ടിട്ട് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടും ഭാഗ്യം ചെയ്ത ഒരു പിതാവാണെന്ന് പറയാതെ വയ്യ. മലയാള സിനിമയുടെ അതുല്യ പ്രതിഭയ്ക്ക്